ടീച്ചർക്ക് ആരാർപ്പണം നടത്തുന്നതിന് വേണ്ടി പ്രശസ്ത ക്യാമറാമാനും സിനിമാ സംവിധായകങ്ങളിലും LDFിൻ്റെ പ്രവർത്തകർ പ്രചാരണവുമായി ഏറെ മുന്നോട്ട് പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി വന്ന ഉടനെ തന്നെ ചിലർ എന്നോട് ചോദിച്ചത്, പ്രധാനമായിട്ടും ചില മാധ്യമങ്ങൾ, എന്താണ് ഈ തെരഞ്ഞെടുപ്പിലെ ചർച്ചാ വിഷയമാക്കാൻ പോകുന്നത്? ഞാൻ അവരോട് പറഞ്ഞു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തീരുമാനമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇന്ത്യൻ പാർലമെൻറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ രാജ്യത്തെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ചാ വിഷയമാകും. അതിൽ രാജ്യം എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ചോദ്യം തന്നെയാണ് വരുന്നത്. ഒരു സംശയവുമില്ല, ഇത്രയേറെ വൈവിധ്യമുള്ള ഒരു രാജ്യത്ത് വളരെ സുചിന്തിതമായി അംബേദ്കറുടെ നേതൃത്വത്തിൽ എഴുതി തയ്യാറാക്കിയ ഒരു ഭരണഘടനയുണ്ട്. ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ രാജ്യം ഒരു ഡെമോക്രാറ്റിക്, സെക്യുലർ, സോഷ്യലിസ്റ്റ്, സോവറീൻ റിപ്പബ്ലിക് ആയിരിക്കുകയും ചെയ്തു. നാനാജാതി മതസ്ഥരായിട്ടുള്ള ജനങ്ങൾക്ക് ഇന്ത്യയിൽ ഒരേ അവകാശമാണ്. അതിന് കോട്ടം തട്ടുന്ന രീതിയിൽ കേന്ദ്രത്തിലെ BJP ഗവൺമെൻറ് ഒന്നിനു പുറകെ ഒന്നായി, നേരത്തെ ശ്രീ ശ്രേയാംസ് കുമാർ ഇവിടെ സൂചിപ്പിച്ചു, നിയമങ്ങൾ ഒന്നിനു പുറകെ സംസാരിച്ച പ്രാസംഗികരെല്ലാം പറഞ്ഞു, നിയമങ്ങളടക്കം മാറ്റി എഴുതിക്കൊണ്ടിരിക്കുന്നു. ഓരോ തീരുമാനവും BJP ഗവൺമെൻറ് എടുക്കുന്നത് നമ്മുടെ മതേതരത്വത്തിനും ഇന്ത്യൻ ജനാധിപത്യത്തിനും തകർച്ചയുണ്ടാക്കുന്നതായി മാറുന്നു. അപ്പോഴാണ് അതിശക്തമായിട്ട് നാം പ്രതികരിക്കേണ്ടത്. ഇപ്പോൾ പ്രതികരിച്ചില്ലെങ്കിൽ പ്രതികരിക്കാനൊരവസരമില്ലാത്ത വിധം നമ്മുടെ രാജ്യം തകർന്നു പോകുമെന്ന നല്ല ധാരണയുള്ളത് കൊണ്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആ പ്രതികരണങ്ങളുടെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് എന്ന് തന്നെ പറയാം, വളരെ ശക്തമായിട്ട് നിലകൊള്ളാൻ തീരുമാനിച്ചത്. സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്റ്റും പുതിയ പൗരത്വ രജിസ്ട്രേഷനൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ ജനങ്ങളെ വേർതിരിക്കുന്ന യാതൊരു രജിസ്ട്രേഷനും യാതൊരു നിയമവും കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് ഉറക്കെ പറയാൻ ധൈര്യം കാണിച്ചത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് എന്നുള്ള കാര്യം ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. കോൺഗ്രസ്സുകാർ അതിനെയും ചോദ്യം ചെയ്ത് ചിലർ ചോദിച്ചു, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ നിങ്ങൾക്കനുസരിക്കാതിരിക്കാൻ പറ്റുമോ? അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന തീരുമാനം ഉണ്ടാകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാനുള്ള ചങ്കൂറ്റമാണ് ആദ്യം ഉണ്ടാകേണ്ടത്. മനസ്സിൽ യഥാർത്ഥ ജനാധിപത്യവും മതേതരത്വവും ഉണ്ടെങ്കിൽ അങ്ങനെ പ്രതികരിക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വരും. ഇത് കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്. എന്താണ് സുരക്ഷിതത്വം എന്ന് പറയുന്നത്? നമ്മൾ ഈ കേരളത്തിൽ കാണുന്ന സഹിഷ്ണുത, ഒരു പറമ്പത്ത് അമ്പലവും അപ്പുറത്തെ പറമ്പത്ത് മോസ്കും അതിനപ്പുറത്തെ പറമ്പത്ത് ചർച്ചുമൊക്കെയായി ഇഷ്ടമുള്ള ദൈവത്തെ പ്രാർത്ഥിക്കാനും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും സ്കൂളിൽ ഒരുമിച്ചിരുന്ന് പഠിക്കാനും ആശുപത്രിയിൽ ചികിത്സ തേടി എല്ലാവർക്കും പോകാനും ഒക്കെ കഴിയുന്ന ഈ സാമൂഹ്യാന്തരീക്ഷം ഇവിടുത്തെ ഇടതുപക്ഷ മനസ്സിൻ്റെതാണ്. നമ്മൾ ഇന്ന് ഊട്ടി ഉറപ്പിച്ചിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന പ്രസ്ഥാനത്തിൻ്റെ ഐക്യമാണ്, കരുത്താണ്. അത് മനസ്സിലാക്കി കൂടുതൽ ആളുകൾ ഇടതുപക്ഷത്തോട് സഹകരിക്കാൻ മുന്നോട്ട് വരുന്നു. അതുകൊണ്ട് ചോദിച്ചവരോട് പറഞ്ഞു, ഇന്ത്യയുടെ ഭരണഘടന അതിനെ അട്ടിമറിക്കാൻ അനുവദിക്കാതിരിക്കുക, ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ ഇന്ത്യൻ പാർലമെൻറ്റിൽ ശബ്ദമുയർത്തുക, അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രധാനമായിട്ട് എടുക്കാൻ പോകുന്നത്. അതിൽ 20 പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നും LDFിൻ്റെ പ്രതിനിധികളെ തിരഞ്ഞെടുത്തയച്ചാൽ അവിടെ ഇന്ത്യ മുന്നണിയിൽ നമ്മുടെ പാർലമെൻറ്റിൽ ഏറ്റവും കരുത്തുറ്റ ശബ്ദമായി ഇടതുപക്ഷത്തിൻ്റെ ശബ്ദം ഈ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കായി മുഴങ്ങും. അതിലൊന്ന് വടകര പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ ഇടതുപക്ഷ പ്രതിനിധികളായിരിക്കണമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ തീരുമാനിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. രണ്ടാമത്തത് കേരളത്തിൻ്റെ അവകാശത്തെക്കുറിച്ചാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഞങ്ങളൊരു സമരം നടത്തി. ആ സമരത്തിന് പോകുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കക്ഷി രാഷ്ട്രീയ ഭിന്നതയൊന്നും കാണിക്കാതെ കേരളത്തിലെ പ്രതിപക്ഷത്തെ വിളിച്ചു. അവരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളും കൂടി വരൂ, നമുക്കൊരുമിച്ച് സമരം ചെയ്യാം, നിങ്ങൾ പറയുന്ന തീയതി സമരം വെക്കാം. പക്ഷേ അവർ കൂടെ വന്നില്ല. എന്താണ് അവരുടെ മനോവികാരം? ഇവിടുത്തെ പെൻഷൻ നിലച്ചു പോയാൽ, ഇവിടുത്തെ മാവേലി സ്റ്റോറിൽ സാധനമില്ലാതായാൽ, ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യരുടെ ആരോഗ്യ ഇൻഷുറൻസ് മുടങ്ങിപ്പോയാൽ അത് LDFിൻ്റെ ആളുകളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ. കേരളത്തിന് കിട്ടേണ്ടുന്ന റവന്യൂ വിഹിതം, ടാക്സ് വിഹിതം കിട്ടാതിരുന്നാൽ, മറ്റ് നിരവധി ആനുകൂല്യങ്ങൾ സെൻട്രലി സ്പോൺസേഡ് സ്കീമുകളുടെ കിട്ടാതിരുന്നാൽ അത് ചോദിച്ചു മേടിക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പോകുമ്പോൾ
എന്തുകൊണ്ടാണ് അവർക്ക് പങ്കെടുക്കാൻ മനസ്സില്ലാത്തത്? നാട്ടിലെ ജനങ്ങൾ കാണുന്നുണ്ട്. എന്നോട് ഇന്ന് മാധ്യമക്കാർ ചോദിച്ചു, ഇവിടെ ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ടാവില്ലേ ടീച്ചർ? ഞാൻ ചോദിച്ചു, എന്തിൻ്റെ പേരിലാണ് ഉണ്ടാവേണ്ടത്? ഇവിടുത്തെ വിദ്യാലയങ്ങളെ ആധുനികമാക്കി മാറ്റാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തീരുമാനമെടുത്തതിനോ? അവിടെ ആ പുതിയ ക്ലാസ് റൂമിൽ ചെന്നിരുന്ന് കുട്ടികൾ പഠിക്കുമ്പോൾ ആ കുട്ടികളെ ആ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന രക്ഷിതാക്കളുടെ മനസ്സിൽ എന്ത് ആൻറ്റി ഇൻകംബൻസിയാണ് ഉണ്ടാവുന്നത്? ഇവിടുത്തെ ആശുപത്രിയിൽ ഇരിക്കാനും വിശ്രമിക്കാനും ചികിത്സിക്കാനുമൊക്കെ ഏറ്റവും ആധുനികമായിട്ടുള്ളൊരിടമായി CM എന്നോട് അന്ന് ആരോഗ്യമന്ത്രിയായപ്പോൾ പറഞ്ഞത് പേഷ്യൻ്റ് ഫ്രണ്ട്ലി ആക്കി മാറ്റണം ആശുപത്രിയെ. ആർദ്ര മിഷന് വേണ്ടി ഒരു മിഷൻ ആരോഗ്യ മേഖലയിലായിരുന്നു. നിങ്ങളൊരു പ്രോജക്റ്റ് തയ്യാറാക്കണം. ആരോഗ്യ വകുപ്പ് ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ഡ്രാഫ്റ്റ് പരിശോധിച്ച് അത് പുഷ്ടിപ്പെടുത്തി അസലൊരു മിഷനായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ കേരളത്തിൽ നടപ്പിലാക്കിയത് കൊണ്ടാണ് വമ്പിച്ച നേട്ടങ്ങൾ ആരോഗ്യ മേഖലയിൽ ഉണ്ടാക്കാൻ സാധിച്ചത്. 2016 ഞങ്ങൾ വരുമ്പോൾ ഇവിടുത്തെ ശിശുമരണ നിരക്ക് 1000 പ്രസവത്തിന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രകടന പത്രിക ആളുകൾ കണ്ടതാണ്. അർത്ഥശങ്കക്കിടയില്ലാതെ ഈ കാര്യം വ്യക്തമാക്കി. പൗരത്വ നിയമ ഭേദഗതി റദ്ദ് ചെയ്യും. എന്താണ് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിലെ വാചകം? എവിടെയും പരിധിയെ കാണില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്? എവിടെയുമില്ല. ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു പത്രം ഇന്ത്യൻ എക്സ്പ്രസ് ഒരു കാര്യം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. അവര് ഈ പറയുന്ന പ്രകടന പത്രികയുടെ കരട് തയ്യാറാക്കാൻ ചുമതലപ്പെടുത്തിയ സമിതിയിലെ ചില അംഗങ്ങളുമായി ബന്ധപ്പെട്ട് കിട്ടിയ വിവരം അവർ റിപ്പോർട്ട് ചെയ്യുന്നത്, തയ്യാറാക്കിയ കരടിൽ പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് രൂക്ഷമായ ഭാഗമുണ്ടായിരുന്നു. പക്ഷേ അംഗീകരിക്കേണ്ട നേതാക്കളുടെ മുന്നിലെത്തിയപ്പോൾ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ഒഴിവായത്. ഇത് ഇന്ത്യൻ എക്സ്പ്രസ് ഉത്തരവാദിത്വ ബോധത്തോടെ റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ്. ഇതൊരു വിഷയമല്ലേ നാട്ടിൽ? രാജ്യത്ത് കോടാനുകോടി ജനങ്ങളാണ്. ഇന്നലെ വരെ ജീവിച്ചതുപോലെ ഈ മണ്ണിൽ കുടുംബത്തിന് ഇനിയും ജീവിക്കാൻ കഴിയുമോ, ജീവിതം തുടരാൻ കഴിയുമോ എന്ന ആശങ്ക ഉള്ളവർ, ആ ആശങ്കയിൽ കഴിയുന്നത്. നമ്മൾ അവരെ ആശങ്കയിൽ വിടുകയല്ല ചെയ്തത്. ഇവിടെ സ്വീകരിച്ച ഓരോ നടപടി, രാജ്യത്താകെ നടന്ന പ്രക്ഷോഭം, കേരള ഗവൺമെൻറ് ഇതിൻ്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ സ്യൂട്ട് ഫയൽ ചെയ്തത്, ഇപ്പോൾ ചട്ടങ്ങൾ വന്നപ്പോൾ അതുകൂടി ചേർത്തുകൊണ്ട് സ്യൂട്ട് ശക്തിപ്പെടുത്താൻ അഡ്വക്കേറ്റ് ജനറലിനെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തിയത്, 2019 തന്നെ മഞ്ചേശ്വരം മുതൽ പാറശാല വരെ LDFിൻ്റെ നേതൃത്വത്തിൽ നിങ്ങൾ പലരും അതിൽ പങ്കെടുത്തിട്ടുണ്ടാവും. ഇവിടെ തീർത്ത മനുഷ്യച്ചങ്ങല എല്ലാം എന്തിനായിരുന്നു? ഈ ആശങ്കയിൽ കഴിയുന്ന കോടാനുകോടി ജനങ്ങളോട് നിങ്ങൾ ഒറ്റക്കല്ല, ഞങ്ങൾ ഒപ്പമുണ്ട് എന്ന സന്ദേശം അവരിലേക്ക് എത്തിക്കലായിരുന്നു. കോൺഗ്രസ്, രാഹുൽ ഗാന്ധി, നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളാരുടെ കൂടെ? ഈ RSS അജണ്ട നടപ്പാക്കുന്നതിനെ എതിർക്കാനുള്ള മനസ്സ് എന്തുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു? അതിനാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്. ആ മറുപടിയാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. ഇത് കോൺഗ്രസിൻ്റെ മൊത്തം സ്വഭാവം. ഞാൻ പറഞ്ഞു വന്നത് 18-അംഗ സംഘത്തെക്കുറിച്ചാണ്. 18-അംഗ സംഘം എവിടെയെങ്കിലും കണ്ടോ? ഇന്ത്യൻ പാർലമെന്റിൽ കണ്ടോ?
ഡൽഹി തെരുവിൽ ശക്തമായ പ്രതിഷേധം, പ്രക്ഷോഭം നടക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ 18-അംഗ സംഘത്തിൽ പലരും അവരുടെ പാർട്ടിയുടെ അധ്യക്ഷയുടെ വീട്ടിൽ വിരുന്നുണ്ണുന്നു. ഇതല്ലേ ഉണ്ടായത്? എങ്ങനെയുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ജയിച്ചു പോയവർ? നമ്മുടെ ജനങ്ങൾ പ്രതീക്ഷിച്ചതാണോ? ഓ, ഇവരെയാണല്ലോ ഞങ്ങൾ ജയിപ്പിച്ചയച്ചത് എന്നല്ലേ പലപ്പോഴും ചിന്തിച്ചു പോയത്? ഇത് ഒറ്റപ്പെട്ട ഒന്നാണോ? തൊട്ടു പിന്നാലെ RSS അജണ്ട നടപ്പാക്കലാണ് ധൃതിപ്പെട്ട്. നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് 2ാം ഊഴം കിട്ടിയപ്പോൾ ധൃതിപ്പെട്ട് RSS അജണ്ട നടപ്പാക്കുന്നു. രണ്ടാമത്തെ ഇനം. RSS പണ്ടേ പറയുന്നൊരു കാര്യം എന്താണ്? ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി ഭരണഘടനയിലെ 370-ാം വകുപ്പ് റദ്ദു ചെയ്യണം. ഒരു ദിവസം ആഭ്യന്തരമന്ത്രി പാർലമെൻറ്റിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. ഒരു കടലാസ് എടുത്തൊരു വായനയാണ്. ഒന്ന്, ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി ഭരണഘടനയിലെ 370-ാം വകുപ്പ് റദ്ദു ചെയ്യുന്നു. 2, ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി ഇല്ലാതാക്കുന്നു. 3, ജമ്മു കാശ്മീരിനെ കഷണങ്ങളായി വിഭജിക്കുന്നു. എന്താണിത്? ഇതെല്ലാം ഏതെല്ലാം തരത്തിലുള്ള നടപടിക്രമങ്ങൾ പാലിച്ച് നടപ്പാക്കേണ്ട കാര്യമാണ്? ഞങ്ങൾക്കൊരു നടപടിക്രമവും ബാധകമല്ല, ഞങ്ങൾ തീരുമാനിച്ച് നടപ്പാക്കും. അതാണ് RSS നിലപാട്. അതാണ് BJP ഗവൺമെൻറ് ചെയ്തത്. രാജ്യമാകെ പ്രതിഷേധമുയർന്നു. ആ പ്രതിഷേധത്തിൻ്റെ തോതിൽ കോൺഗ്രസിൻ്റെ സ്വരമുയർന്നോ? പാർലമെന്റിലും പുറത്തും കോൺഗ്രസിൻ്റെ ശബ്ദം ആ രീതിയിൽ ഉയർന്നോ? സാങ്കേതികമായി വിയോജിച്ചിട്ടുണ്ടാവും. പക്ഷേ ഉയരേണ്ട രീതിയിൽ പ്രതിഷേധമുയർന്നില്ല. കോൺഗ്രസിലെ പലരും BJPയെ രഹസ്യമായി അഭിനന്ദിക്കുന്ന നില സ്വീകരിച്ചു. ഒരാളെ കാര്യം രഹസ്യമല്ല, പരസ്യമാണ്. അതാരാ? കോൺഗ്രസിൻ്റെ രാജ്യസഭയിലെ ചീഫ് വിപ്പ്, വളരെ പ്രധാനപ്പെട്ട സ്ഥാനക്കാരനാണ്. അദ്ദേഹത്തിന് ആവേശം അടക്കി നിർത്താൻ പറ്റിയില്ല. എന്തൊരു നല്ല കാര്യമാണ് BJP ചെയ്തത്. ജമ്മു കാശ്മീരിൻ്റെ ഈ പ്രത്യേക പദവി എടുത്തു കളയുക എന്ന് പറയുന്നത്. ആ ആവേശം അടക്കി നിർത്താൻ പറ്റാതെ അദ്ദേഹം കോൺഗ്രസ് വിട്ടു, BJPയിൽ ചെന്നു. BJP അദ്ദേഹത്തെ സ്വീകരിച്ചു, വീണ്ടും രാജ്യസഭാംഗത്വം നൽകി രാജ്യസഭയിലേക്ക് തിരിച്ചയച്ചു. ഈ മാതിരി എത്ര സംഘപരിവാർ മനസ്സുകാരാണ് നിങ്ങളുടെ കൂടെയുള്ളത്? ആ സംഘപരിവാർ മനസ്സ് ഉള്ളത് കൊണ്ടല്ലേ അതിനെ ശക്തമായി എതിർക്കാൻ പറ്റാതിരുന്നത്? നാം കേരളം ഇവിടുന്ന് നമ്മൾ ജയിപ്പിച്ചയച്ച 18-അംഗ സംഘത്തെക്കുറിച്ച് ആലോചിക്കൂ. അവരെ എവിടെയെങ്കിലും കണ്ടോ? പാർലമെന്റിൽ അവരുടെ ശബ്ദം വേണ്ട രീതിയിൽ ഉയരുന്നത് കേട്ടോ? എന്തേ? നമ്മുടെ നാടിൻ്റെ ശബ്ദം, കേരളത്തിൻ്റെ ശബ്ദം ഇത്തരം കാര്യങ്ങളിൽ ഉച്ചസ്ഥായിലല്ലേ മുഴങ്ങാറ് പാർലമെന്റിൽ? അതല്ലേ ഇല്ലാതായിപ്പോയത് ഈ കാരണത്താൽ? ഇതിൻ്റെ തുടർച്ചയായി ചില നിയമനിർമ്മാണങ്ങൾ, ഞാനതിലേക്കൊന്നും വിശദമായിട്ട് ഇപ്പോൾ പോകുന്നില്ല. ഒന്ന് NIA-യുടെ നിയമം എന്താണെന്ന്, എന്തിനാണ് അതിൻ്റെ ഭേദഗതി എന്തൊക്കെ എല്ലാവർക്കും അറിയാം. ആ നിയമം കൂടുതൽ കടുപ്പിക്കാനാണ്. ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് എല്ലാവർക്കും വ്യക്തമാണല്ലോ. ആ ഭേദഗതി പാർലമെന്റിൽ വന്നപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ച നിലപാടെന്താ? എതിർക്കാൻ കോൺഗ്രസ് ഉണ്ടായോ? ഒരാളുമില്ല. ലോക്സഭയുടെ കാര്യം എതിർക്കാനുണ്ടായത് ആകെ 6 പേർ.
ആ 6-ൽ 1 ആലപ്പുഴയിലെ ആരിഫ്. എവിടെ പോയി നമ്മുടെ 18-അംഗ സംഘം? നമ്മൾ ജയിപ്പിച്ചയച്ചവരാണല്ലോ ഇവിടുന്ന്. അവരെ കാണാനില്ല. ഈ രാജ്യത്തെ ഏറ്റവും വലിയ കരിനിയമം UAPA, ആ കരിനിയമത്തെ കൂടുതൽ കരിനിയമമാക്കാൻ ഭേദഗതി, അതിനെ എല്ലാവരും എതിർക്കുന്നു. കോൺഗ്രസ് BJPയുടെ കൂടെ നിൽക്കുന്നു. കണ്ടോ? നമ്മളെ 18-അംഗ സംഘത്തെ എവിടെയെങ്കിലും കണ്ടോ? ഇതല്ലേ നമ്മുടെ അനുഭവം? ഇതെല്ലാം രാജ്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ. എത്ര കടുത്ത മനോവേദനയോടെയാണ് നമ്മുടെ ആളുകൾ ഇതെല്ലാം, പ്രത്യേകിച്ച് ഇവരെ തിരഞ്ഞെടുത്ത് അയച്ചവർ, വീക്ഷിച്ചതെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, കേരളത്തോട് കാണിച്ച അവഗണന, ഏതെങ്കിലും ഘട്ടത്തിൽ ഇവർ ശബ്ദിച്ചോ? ഒരുപാട് അനുഭവം നമുക്കുണ്ടല്ലോ. ഒരു ഘട്ടത്തിലും കേരളത്തിന് വേണ്ടി ശബ്ദിച്ചില്ല. നിങ്ങൾ എന്തുകൊണ്ട് കേരളത്തെ ദ്രോഹിക്കുന്നു എന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് ചോദിച്ചില്ല. ഈ 18-അംഗ സംഘം എല്ലാ സന്ദർഭത്തിലും കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം നിൽക്കുകയാണ് ചെയ്തത്. ഓരോ സംഭവം എണ്ണി എണ്ണി പറയാൻ കഴിയും, പക്ഷേ ഞാൻ ഇപ്പോൾ അതിലേക്ക് പോകുന്നില്ല. ഒരനുഭവം പങ്കിടാം. സാധാരണ സംസ്ഥാന സർക്കാർ പാർലമെൻറ്റ് സമ്മേളനത്തിന് മുൻപ് MP-മാരുടെ യോഗം വിളിക്കും. ആ യോഗത്തിൽ 2 തവണ ഇവരോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ സംയുക്തമായി കേന്ദ്ര ധനമന്ത്രിയെ കാണണം. നമ്മുടെ നേരെ കാണിക്കുന്ന അവഗണനയുടെ എല്ലാ ചിത്രങ്ങളും അവതരിപ്പിക്കുന്നു. ഇത് തിരുത്തണം എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നു. എല്ലാവരും സമ്മതിച്ചു, ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞു. ചെയ്തോ? ആദ്യം ചെയ്തില്ല. രണ്ടാമത്തെ തവണയായപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങൾ ഒപ്പിടാം, പക്ഷെ ഒരു കാര്യം കൂടി എഴുതണം ആ നിവേദനത്തിൽ. എന്താണെന്നറിയോ? കേരളത്തിലെ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയെക്കുറിച്ച് ഇതിലെഴുതണം. ഇത്ര കണ്ട് പ്രത്യക്ഷത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റുമായി ചാരി നിൽക്കുന്ന ഒരു വിഭാഗമായി ഈ 18-അംഗ സംഘം എങ്ങനെ മാറി? അതല്ലേ പ്രശ്നം. കേരളത്തെ തുടർച്ചയായി അവഗണിക്കുന്നത് ചെറിയ തോതിലല്ല. ഞങ്ങൾ ഒരു ഗതിയുമില്ലാതായപ്പോൾ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അഭയം പ്രാപിച്ചല്ലോ. ആ സുപ്രീം കോടതിയിൽ കൊടുത്ത ഹർജിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. 7 വർഷം കേരളത്തിന് ലഭിക്കേണ്ടിയിരുന്ന പണം കേന്ദ്ര ഗവൺമെൻറ് മുടക്കിയത്, ആ മുടക്കിയതിലൂടെ കേരളത്തിന് ലഭിക്കേണ്ടിയിരുന്നത് ലഭിക്കാതായത് എത്ര? 1,07,500 കോടിയിൽ പരം രൂപ. 1,07,500 കോടിയിൽ പരം രൂപ നമ്മുടെ സംസ്ഥാനത്തിന് ലഭിക്കേണ്ടത് ലഭിച്ചില്ലെങ്കിൽ പിന്നെ സംസ്ഥാനത്തിന് വിവിധ കാര്യങ്ങൾ നിർവഹിക്കാൻ എങ്ങനെ കഴിയും? ഈ 18-അംഗ സംഘം 7 വർഷം പോട്ടെ, 2 വർഷം വിട്ടുകളിയ, 5 വർഷം അതിനെതിരെ എന്തെങ്കിലും ശബ്ദിക്കാൻ തയ്യാറായോ? എന്തേ അവർ കേന്ദ്ര ഗവൺമെൻറ് ന്യായത്തോടൊപ്പം നിൽക്കാൻ കാരണം? ഓരോ ഘട്ടത്തിലും കേരള ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താനല്ലേ അവർ നിന്നത്? ഇപ്പോൾ പ്രധാനമന്ത്രി പറയാണ്, കേരള ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ പോയി, സുപ്രീം കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി കേരളത്തിന് കിട്ടി. അങ്ങ് പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് പറയുമ്പോൾ
കാര്യങ്ങൾ കൃത്യതയോടെ അവതരിപ്പിക്കാൻ ശ്രദ്ധിക്കണ്ടേ? വസ്തുതാവിരുദ്ധമായി കാര്യങ്ങൾ അവതരിപ്പിക്കാമോ? എല്ലാവരും അറിയുന്ന കാര്യമല്ലേ, രഹസ്യമല്ലല്ലോ. സുപ്രീം കോടതി ഒരു ഘട്ടത്തെ ഇടപെടലിന് ശേഷം കേന്ദ്ര ഗവൺമെൻറ്റിനോട് പറഞ്ഞു, നിങ്ങളെന്താണ് ഈ കാണിക്കുന്നത്? കേരളത്തിന് എല്ലാ രീതിയിലും അർഹതപ്പെട്ടതല്ലേ 13,000 കോടിയിൽ പരം രൂപ. ആദ്യം അത് അനുവദിക്കൂ. അപ്പോഴല്ലേ നിങ്ങൾ അനുവദിച്ചത്? സുപ്രീം കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നു. അതിന് നമുക്ക് ന്യായമായും അർഹതപ്പെട്ട വിഹിതം, ഒരു ഔദാര്യമല്ല, ന്യായമായും അർഹതപ്പെട്ട വിഹിതം അത് അനുവദിച്ച് കിട്ടുന്നതിന് സുപ്രീം കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നു. വീണ്ടും വാദം കേൾക്കുന്നു. ആ വാദം കേട്ട് സുപ്രീം കോടതി പറയാണ്, അതീവ ഗൗരവമായ വിഷയമാണ് കേരളം ഉന്നയിച്ചിരിക്കുന്നത്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി ഇതേവരെ കടക്കാത്തൊരു മേഖലയാണിത്. കാരണം കേരളം ഉന്നയിച്ചത് സാമ്പത്തിക ഫെഡറലിസത്തിൻ്റെ പ്രശ്നമാണ്. സുപ്രീം കോടതി ഇതേവരെ വ്യക്തത വരുത്താത്തൊരു മേഖലയാണിത്. ഇത് ഗൗരവമായി പരിശോധിക്കണം, വിശദമായി വാദം കേൾക്കണം. അതിനായി 5 അംഗ ഭരണഘടനാ ബെഞ്ചിന് വിടുന്നു. എന്താണ് പ്രധാനമന്ത്രി അതിൻ്റെ അർത്ഥം? കേരളത്തിൻ്റെ വാദം അംഗീകരിക്കുന്നു. കൂടുതൽ പ്രാധാന്യമുള്ളതായതുകൊണ്ട് 5 അംഗ ഭരണഘടനാ ബെഞ്ച് വിശദമായി വാദം കേൾക്കണമെന്ന് സുപ്രീം കോടതി വിധിക്കുന്നു. ആ വിധി ഈ കേരളത്തിലെ 18 അംഗ സംഘത്തിനും കേരളത്തിലെ UDF-നും മുഖത്തേറ്റ അടിയായിരുന്നു. അതല്ലേ വസ്തുത? ഇതല്ലേ നമ്മുടെ അനുഭവം? BJP കേരള വിരുദ്ധ മനോഭാവത്തിലാണ്. ഇവർക്കെങ്ങനെ ഈ കേരള വിരുദ്ധ മനോഭാവം വന്നു? നിങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ വോട്ടും വാങ്ങി ജയിച്ചു പോയവരല്ലേ? പക്ഷേ നമ്മുടെ അനുഭവത്തിൽ BJP-യും UDF-ഉം ഒരേ രീതിയിൽ കേരള വിരുദ്ധം. ഈ കേരള വിരുദ്ധ മനോഭാവത്തിനെതിരെ അതിശക്തമായ വികാരമാണ് കേരളത്തിലാകെ ഉയർന്നു വന്നിട്ടുള്ളത്. എന്താ അതിൻ്റെ ഫലം? എല്ലാ പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ LDF-ന് അനുകൂലമായ ശക്തമായൊരു തരംഗം അലയടിച്ചുയരുകയാണ്. ഇതാണ് കേരളത്തിൻ്റെ പൊതുവായ അനുഭവം. ഈ മണ്ഡലം ഞങ്ങൾ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു നേതാവ് സഖാവ് ശൈലജ ടീച്ചറെയാണ്. ശൈലജ ടീച്ചർ ആരാണെന്ന് പ്രത്യേകിച്ച് കേരളത്തോട് വിശദീകരിക്കേണ്ട കാര്യമില്ല. ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ വടകര മണ്ഡലമാകെ എല്ലാ കുടുംബങ്ങളും അവരെ നെഞ്ചേറ്റിക്കഴിഞ്ഞു. വലിയ സ്വീകാര്യതയാണ് ആ സ്ഥാനാർത്ഥിത്വത്തിന് ഉണ്ടായിട്ടുള്ളത്. സ്വീകാര്യത വർദ്ധിക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായും എതിരാളികൾക്ക് അതിൻ്റേതായ വിഷമം കാണും. ആ വിഷമം തെറ്റായ മാർഗത്തിലൂടെ തീർക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതവരെ കൂടുതൽ ഒറ്റപ്പെടലിലേക്ക് നയിക്കുകയാണ്. കാരണം നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക നിലവാരത്തിനനുസരിച്ചുള്ള നടപടികൾ മാത്രമേ കേരളം അംഗീകരിക്കൂ, കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കൂ, വടകരയിലെ വോട്ടർമാർ അംഗീകരിക്കൂ. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത വിധത്തിൽ സഖാവ് ശൈലജ ടീച്ചറുടെ സ്വീകാര്യത ഉയർന്നു നിൽക്കുന്നതാണ് കാണാൻ കഴിയുക. ശൈലജ ടീച്ചറുടെ ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രം. അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി സഖാവ് KK ശൈലജ ടീച്ചറെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുത്ത് അയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്
അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ. പൊതുസമ്മേളനം ഇവിടെ അവസാനിക്കുകയാണ്. റോഡ് ഷോ